കവടിയാർ വാർഡിൽ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് കോൺഗ്രസ് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. മുൻ അരുവിക്കര MLAയും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDFിനു വേണ്ടി തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയ ഏജൻസികളുടെ കണ്ടെത്തൽ. ശബരിക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്വീകാര്യതയുള്ള മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കമാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി അടക്കം ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ 10 നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.